ഏറ്റവും രൂക്ഷമായ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കയറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ്. ഈ രണ്ട് പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവതീ-യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ വിവിധ സർക്കാർ സർവീസുകൾ ഒഴിഞ്ഞടക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തൊഴിൽ ദാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല രാജ്യത്തെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട മേഖല, തൊഴിൽ ദാതാവ് എന്ന് പറയാവുന്ന മേഖല MSME സെക്ടറാണ്, വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 6 മാത്രമാണെന്നുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് ആ വളർച്ചാ നിരക്ക് വ്യവസായ മേഖലയിൽ 12% മുകളിൽ പോയിരുന്നതാണ്. അപ്പോൾ പകുതിയിലധികമായി കുറയുകയാണ്. അതിൻ്റെ അർത്ഥം വരും കാലങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമാകാനാണ് സാധ്യത. ഇതിന് പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവിൻ്റെ ഇമ്പാക്റ്റ്. ഈ പരിസ്ഥിതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിവിധ ഇൻ്റർനാഷണൽ ഏജൻസികൾ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാധ്യത കുറയും എന്ന് പറയുന്നുണ്ട്. തൊഴിൽ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനും ഇപ്പോഴുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വരാൻ പോകുന്ന തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാനോ